ശ്രമിക്കുവാനോ സാധിക്കില്ല. അതുകൊണ്ട് വീണ്ടും പഠിച്ചുകൊണ്ടിരിക്കുക. ടെസ്റ്റുകൾ എഴുതുന്ന വ്യക്തികൾക്ക് ആദ്യ പ്രാവശ്യം പലരും ഇൻ്റർവ്യൂയോ അല്ലെങ്കിൽ ടെസ്റ്റുകളോ എല്ലാം അറ്റൻഡ് ചെയ്യുന്ന വ്യക്തികളാണ്. ഇവർക്ക് ആദ്യത്തെ പ്രാവശ്യം തടസ്സങ്ങൾ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ മാർക്ക് കുറയുന്നു, പരാജയങ്ങൾ വരുന്നു എന്ന് കരുതി എനിക്കിനി അത് കഴിയില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുകയോ ഉപേക്ഷിക്കുകയോ ചെയ്യരുത്. വീണ്ടും ആത്മാർത്ഥമായി നിങ്ങൾ വീണ്ടും പഠിച്ചുകൊണ്ട് തന്നെ അതിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കണം. നിങ്ങൾക്ക് വിജയമുണ്ടാകും. നിങ്ങൾ എന്ത് കാര്യത്തിൽ ഇറങ്ങിയാലും തടസ്സങ്ങൾ വരുവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങൾക്കും ഈ ഒരു വർഷം രണ്ടാമത്തെ പ്രാവശ്യമോ അല്ലെങ്കിൽ ഒരു മൂന്നാമത്തെ പ്രാവശ്യം മാത്രമേ വിജയത്തിൽ എത്തിച്ചേരുവാൻ സാധിക്കുകയുള്ളൂ. പരാജയം സംഭവിച്ചു എന്ന് കരുതി മാറി നിൽക്കാതെ ആത്മവിശ്വാസത്തോടു കൂടി ഇറങ്ങി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നേട്ടങ്ങൾ ഉണ്ടാകാനും വിജയങ്ങൾ നേടുവാനും സാധിക്കും. പുതിയ ഗൃഹം നിർമ്മാണത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ നിങ്ങൾ പുതിയ ഗൃഹം വാങ്ങുന്നതിന് വേണ്ടിയോ ധനം ചെലവാക്കേണ്ടി വരുന്ന ഒരു വർഷം തന്നെയാണ്. ബിസിനസ്സിൽ പണച്ചെലവ് അധികമാകാൻ, അത് കൂടുതലാകാൻ സാധ്യതയുണ്ട്. അതായത് നിങ്ങൾക്ക് ലഭിക്കുന്ന ലാഭം കുറയുവാനും ചിലവുകൾ കൂടുതലായി വരുവാനും സാധ്യതയുണ്ട്. നിങ്ങൾ ഒരുപാട് സ്റ്റാഫുകളെ വെച്ച് ബിസിനസ് ചെയ്യുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ആ സ്റ്റാഫുകളുടെ എണ്ണം കൂടുതലായി വരുവാനും നിങ്ങളുടെ ലാഭം കുറയുവാനും, അല്ലെങ്കിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സാമ്പത്തികം കൂടുതലാകുകയും ലാഭം കുറയുവാനും എല്ലാം സാധ്യതയുണ്ട്. വളരെ ശ്രദ്ധയോടുകൂടി ബിസിനസ് ചെയ്യുന്നവർ ശ്രദ്ധിക്കുക. സാമ്പത്തിക ഇടപാടുകൾ സ്വന്തമായി തന്നെ കൈകാര്യം ചെയ്യും, മറ്റൊരാളെ ഏൽപ്പിക്കാതെ സ്വയം കൈകാര്യം ചെയ്യുന്നത് നല്ലത് തന്നെയായിരിക്കും. തൊഴിൽ രംഗത്ത് നിരവധി